സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിനിക്ക് മതവിശ്വാസത്തിന്റെ ഭാഗമായ ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ തുടർ പഠനം നടത്താൻ സ്കൂൾ അനുമതി നൽകണം. റിപ്പോർട്ടിൽ പറയുന്ന കാര്യമാണ്. ശിരോവസ്ത്രത്തിന്റെ നിറവും ഡിസൈനും സ്കൂൾ അധികൃതർക്ക് തീരുമാനിക്കാം. വിദ്യാർത്ഥിനിക്കും രക്ഷിതാക്കൾക്കും ഉണ്ടായ മാനസിക വിഷമങ്ങൾ പൂർണ്ണമായി പരിഹരിച്ച് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് 2025 ഒക്ടോബർ മാസം 15 രാവിലെ 11 മണിക്ക് മുൻപായി സമർപ്പിക്കാൻ സ്കൂൾ പ്രിൻസിപ്പാളിനും മാനേജർക്കും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിൽ ഒരു വിദ്യാർത്ഥിക്കും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കാൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ അനുവദിക്കില്ല. സർക്കാർ ഈ വിഷയത്തിൽ തുടർന്നും ജാഗ്രത പുലർത്തും. രക്ഷിതാക്കളോട് പറഞ്ഞ് തീരുമാനമായതാണ്. പക്ഷെ അതിനുശേഷമാണ് മന്ത്രി ഇത്തരത്തിൽ കടുത്ത നടപടിയിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ്. അത് ശരിയാണെന്നുള്ളതാണ് മാനേജ്മെന്റ് തോന്നുന്നത്. ഒരു കടുത്ത നടപടിയിലേക്കും കടന്നിട്ടില്ല. ഈ ചോദിക്കും നിങ്ങൾ തന്നെ ചോദിക്കും, ഒരു വിദ്യാർത്ഥിയുടെ അവകാശം ലംഘിച്ചപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്തു എന്ന്. മാത്രമല്ല, ഇതൊരു സെന്റിമെന്റൽ ഇഷ്യൂ കൂടെയാണ്. ഇതിങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്താനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ? അത് മാത്രമേ ചെയ്തുള്ളൂ. അതിന്റെ പുറത്തുള്ള റിപ്പോർട്ട് കിട്ടി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്നും ഉള്ള വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഇനി അവര് ഇന്നലെ ഡിപ്പാർട്ട്മെന്റ് വേറെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല ഒത്തുതീർപ്പുണ്ടാക്കുന്നതിന് വേണ്ടി. എന്നാൽ ജനപ്രതിനിധികൾക്കൊക്കെ ഈ പ്രശ്നത്തെ ഇടപെട്ട് ഒത്തുതീർപ്പുണ്ടാക്കാം. അതിനും പ്രശ്നമല്ല. ഒത്തുതീർപ്പുണ്ടാക്കോ ഇല്ലയോ എന്നുള്ള പ്രശ്നമല്ല. ഒരു ശാന്തമായി പോകുന്ന കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം അതിലൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും ഗവൺമെന്റ് അതിലിടപെടും. അപ്പോൾ അവിടെ ഈ വിഷയത്തിൽ പരാതി തന്ന രക്ഷകർത്താവിന് പ്രശ്നമില്ല. അവർ സംസാരിച്ച് പ്രശ്നം തീർന്നെങ്കിൽ പ്രശ്നം അവർ അവസാനിപ്പിച്ചോട്ടെ. അവിടെ വെച്ച് ഒരു പ്രശ്നമില്ല. അതിൽ നിന്ന് ഗവൺമെന്റ് വേറെ കാര്യങ്ങളിലെത്തിക്കൊന്നും പോകുന്നില്ല. ഒരു കടുത്ത നടപടിയിലെത്തിക്കും പോകുന്നില്ല. പിന്നെ അവർക്ക് അവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇത് ഒത്തുതീർപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞാൻ അതിലെന്താ വഷളാക്കിയത്? അതിലിപ്പോ അവർക്ക് അവര് പറഞ്ഞാൽ എനിക്കിപ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് അവരോട് തന്നെ ചോദിക്കണം. നിങ്ങൾ എന്തിനാ അങ്ങനെ നിങ്ങൾ പറഞ്ഞ തെറ്റായി? ഇത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള സൂചനയാണ് സർക്കാർ മുൻകൂട്ടി കാണുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുന്നത് ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല. ഈ ഭരണഘടനയും വിദ്യാഭ്യാസ അവകാശ നിയമവും കേരള വിദ്യാഭ്യാസ നിയമവും ചട്ടങ്ങളും അനുസരിച്ച് എല്ലാ അവകാശവും കുട്ടികൾക്കുണ്ട്. ആ അവകാശമൊന്നും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിഷേധിക്കാൻ വേണ്ടി പാടില്ല. അത് തുടക്കത്തിലെ തന്നെ അത് അവസാനിപ്പിക്കുന്നതിനുള്ള ഇടപെടൽ നടത്തേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയും. കുട്ടിയോ രക്ഷിതാവോ സ്വയം വേണ്ടെന്ന് പറയുന്നത് വരെ ശിരോവസ്ത്രം ധരിച്ച് സ്കൂൾ ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ കുട്ടിക്ക് അവകാശമുണ്ട്. ഏതായാലും സ്കൂളിന്റെ മറുപടി ഇന്ന് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറുപടി ലഭിക്കുന്ന മുറയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കും. പ്രശ്നം അവിടെ ചർച്ച ചെയ്ത് അവർ പരിഹാരം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. മേലാൽ ഈ സ്കൂൾ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. 5 പേജുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ടുണ്ട്. വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കാര്യാലയം തന്നിട്ടുള്ള ഉണ്ട്. അതെല്ലാം സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ടാണ്. എല്ലാ പ്രശ്നങ്ങളിലും സ്കൂളിലെ ചില സംഭവങ്ങൾ പോലും വർഗീയമായിട്ടാണ് മാറുന്നത്. അതിലൊരു ജാഗ്രത വേണം. അതിലൊക്കെ ജാഗ്രതയാണ് ഗവൺമെന്റ് ഇപ്പോൾ പുലർത്തിയത്. ഇത്തരം കാര്യങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ വർഗീയത കൊണ്ടുവരുന്നതിന് വേണ്ടിയും മതവും ജാതിയും എല്ലാം വലിച്ചടയ്ക്കുന്നതിന് വേണ്ടിയും പറയാനുള്ള എളുപ്പമാണല്ലോ. അതാണ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്.
അതിലാണ് ഗവൺമെന്റ് ഇടപെട്ടിട്ടുള്ളത്. ഒരു യൂണിഫോം തീരുമാനിക്കുന്ന അതാണ് മാനേജ്മെന്റ്, സ്കൂൾ മാനേജ്മെന്റ് തീരുമാനിക്കാം. പക്ഷെ ഇങ്ങനെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു ഒത്തീർപ്പിന്റെ ഒരു സ്വരം ഉണ്ടാവണമല്ലോ. ശിരോവസ്ത്രത്തിന്റെ ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരു ധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവണമല്ലോ. ഈ വർഗീയ പ്രസ്ഥാനങ്ങൾക്ക് ഇത്തരത്തിലെ കാര്യങ്ങൾ മുതലെടുപ്പ് നടത്തുന്നവർക്കും നിന്നു കൊടുക്കാത്ത ഒരു അവസ്ഥ കേരളത്തിൽ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ മാനേജ്മെന്റ് സൂക്ഷ്മത പുലർത്തേണ്ടതല്ലേ മിനിസ്റ്റർ? സൂക്ഷ്മത പുലർത്തേണ്ടതാണ്. അങ്ങനെ അത്തരം കാര്യങ്ങളിൽ നിന്നു കൊടുക്കാത്തതിന്റെ പേരിൽ ഉള്ള ബുദ്ധിമുട്ടും വിദ്യാഭ്യാസ വകുപ്പ് അനുഭവിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ 4.5 വർഷക്കാലമായി ഇത്തരം കാര്യങ്ങളിൽ വളരെ സൂക്ഷ്മതയോടുകൂടിയുള്ള കാര്യമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു സ്ഥലത്തും വർഗീയ സംഘർഷങ്ങളില്ല. ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. ഉണ്ടായാൽ തന്നെ അതിൽ ഇടപെടുന്നുണ്ട്. അതിൽ ന്യൂനപക്ഷമൊന്നോ ഭൂരിപക്ഷമൊന്നും നോക്കുന്നില്ല, അതിൽ ഇടപെടുന്നുണ്ട്. പ്രശ്നമില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. അതല്ലാതെ ഒരു പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ ആ പ്രശ്നത്തിൽ ഇടപെട്ടു എന്നൊന്നും പറഞ്ഞാൽ അത് ശരിയാവില്ല. ഇടപെടാൻ വേണ്ടി തന്നെയാണ് ജനങ്ങൾ ഞങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്.